അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനെ ചികിത്സാദൗത്യത്തിന് പിടികൂടി എത്തിക്കുന്നതിനായി കോടനാട് ആനക്കൂട് ബലപ്പെടുത്തുന്നു. കപ്രക്കാട് ആന പരിശീലന കേന്ദ്രത്തിൽ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ ആനക്കൂടിന്റെ ബലപരിശോധന നടത്തി. JCB ഉപയോഗിച്ച് തള്ളിയായിരുന്നു ബലപരിശോധന നടത്തിയത്. അരിക്കൊമ്പിന് വേണ്ടി നിർമ്മിച്ച ആനക്കൂട് അതിശക്തമാണ്. എന്നാൽ ചെറിയ മെയിൻ്റനൻസ് ആവശ്യമാണെന്ന് വാഴച്ചാൽ DFO ലക്ഷ്മി പറഞ്ഞു. ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. മസ്തിഷ്കത്തിന് മുറിവേറ്റെങ്കിലും തീരെ അവശനിലയിലല്ല. ആനയുടെ ഒരു ആരോഗ്യസ്ഥിതിയും കൂടെ നോക്കിയിട്ട് ബാക്കി ചെയ്യാനാണ്. കുറച്ച് മെയിൻ്റനൻസ് വേണ്ടി വരും എന്ന് പറഞ്ഞാൽ ആനയും കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മാറ്റണോ വേണ്ടതെന്നുള്ളത് അത് തീർത്ത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആനയുടെ ദൈനംദിന പ്രവർത്തികൾ നടക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് ക്ഷീണമുണ്ട് ആനയ്ക്ക്. ഇല്ല, അത് ഡോക്ടർ ഒന്ന് കാണട്ടെ, എന്നിട്ട് പറയാൻ പറ്റുള്ളൂ. അതാണ് അദ്ദേഹം പറഞ്ഞപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അതിരപ്പള്ളി വനമേഖലയിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് നാട്ടിലെത്തിച്ച് ചികിത്സിക്കാനാണ് ശ്രമം. വെറ്റിനറി ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലായിരുന്നു ബലപരിശോധന. നേരത്തെ ഒറ്റയാൻ അരിക്കൊമ്പനെ പിടികൂടി തളയ്ക്കാനായിരുന്നു കൂടൊരുക്കിയിരുന്നത്. ദേവികുളത്ത് നിന്നെത്തിച്ച 130ഓളം യൂക്കാലിത്തടികൾ ഉപയോഗിച്ചായിരുന്നു കൂട് നിർമ്മിച്ചിരുന്നത്. വയനാട് നിന്നെത്തിയ റാപ്പിഡ് റെസ്പോൺസ് ടീമായിരുന്നു കൂട് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ആന പുറത്തു കടക്കുമ്പോൾ പരിക്കേൽക്കാതിരിക്കാനാണ് ഉരുണ്ട യൂക്കാലിമരം ഉപയോഗിക്കുന്നത്. ജനം, കൊച്ചി.